ഇനി നമുക്ക് പഠിക്കാനുള്ളത് അകാൽ ഓർ ഉസ്കെ ബാസ് എന്ന കവിതയാണ്. നാഗാർജുനൻ്റെ ഒരു കൊച്ചു കവിതയാണിത്. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന മെസ്സേജ്, ഒരു അപകടം വന്നാൽ, ഒരു ദുരന്തം വന്നാൽ അത് മനുഷ്യരെ മാത്രമല്ല മറ്റെല്ലാവരെയും മറ്റ് ജീവജാലങ്ങളെയൊക്കെ ബാധിക്കും. ഈ മെസ്സേജാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, ഞാൻ കവിത വായിക്കാം. കയി ദിനം തക് ചൂൽഹ രോയ ചക്കി രഹി ഉദാസ്. കയി ദിനം തക് കാനി കുതിയ सोई उनके पास. कई दिनों तक लगी बीत पर छिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. दाने आए घर के अंदर कई दिनों के बाद. धुआं उठा आंगन से ऊपर कई दिनों के बाद. चमक उड़ी घर भर की आंखें कई दिनों के बाद. कौए ने खुजलाई पांखें कई दिनों के बाद. ഓക്കെ, 2 സ്റ്റാൻസയാണ് ഈ കവിതയിലുള്ളത്. ആദ്യത്തെ സ്റ്റാൻസയിൽ ആദ്യത്തെ 4 വരിയിൽ കവി ക്ഷാമകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ രണ്ടാമത്തെ 4 വരിയിൽ ക്ഷാമം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചും പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം, ഞാൻ അർത്ഥം പറയാം. കൈ ദിനം തക് അനേകം ദിവസങ്ങളായിട്ട് ചൂൽഹ രോയ അടുപ്പ് കരഞ്ഞു. ചൂൽഹ അടുപ്പ്, രോയ കരഞ്ഞു. ചക്കി അരകല്ല് ആട്ടുകല്ല്, രഹി ഉദാസ് സങ്കടത്തിലായി. കൈ ദിനം തക് അനേകം ദിവസങ്ങളായിട്ട്, ചൂൽഹാ രോയ അടുപ്പ് കരഞ്ഞു. ചക്കി രഹി ഉദാസ് അരകല്ല് സങ്കടത്തിലായി. കൈ ദിനം തക് അനേകം ദിവസങ്ങളായിട്ട്, കാനി കുത്തിയ ഒറ്റക്കണ്ണുള്ള പട്ടി. കാനി കാനി ഒറ്റക്കണ്ണുള്ള, കുത്തിയ പട്ടി. സോയി ഉറങ്ങിക്കൊണ്ടിരുന്നു. ഉൻകെ പാസ് അവയുടെ സമീപത്ത്, അടുപ്പിൻ്റെയും അരകല്ലിൻ്റെയും സമീപത്ത്. കൈ ദിനം തക് അനേകം ദിവസങ്ങളായിട്ട്, കാനി കുത്തിയ ഒറ്റക്കണ്ണുള്ള പട്ടി. സോയി ഉറങ്ങിക്കൊണ്ടിരുന്നു. ഉൻകെ പാസ് അവയുടെ അടുത്ത്. കൈ ദിനം തക് അനേകം ദിവസങ്ങളായിട്ട്, ലഗി ബീത്ത് പർ ചിപ്കലിയാം കി ഗസ്ത് പല്ലികൾ ചുമരിൽ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ചിപ്കലിയാം എന്ന് പറഞ്ഞ പല്ലികളാണ്. ഗസ്ത് ഗസ്ത് ചുറ്റിക്കറങ്ങൽ. ഭീത്ത് പർ എന്ന് പറഞ്ഞ ചുവരിൽ. കൈ ദിനം തക് അനേകം ദിവസങ്ങളായിട്ട്, ലഗി ലഗി എന്ന തുടങ്ങി എന്നാണ്. ഭീത്ത് പാർ ചുമരിൽ, ചിപ്കലിയാം കി പല്ലികളുടെ, ഗസ്ത് ചുറ്റിക്കറങ്ങൽ തുടങ്ങി. അല്ലെ, അനേകം ദിവസങ്ങളായിട്ട് ആ ചുമരിൽ പല്ലികളുടെ ചുറ്റിക്കറങ്ങൽ തുടങ്ങി. കൈ ദിനം തക് അനേകം ദിവസങ്ങളായിട്ട്, ചൂഹോം കിബി എലികളുടെയും, ഹാലത്ത് അവസ്ഥ, രഹി ശികസ്ത് പരാജയമായിരുന്നു. കൈ ദിനം തക് അനേകം ദിവസങ്ങളായിട്ട്, ചൂഹോം കിബി ചൂഹ എന്ന എലിയാണ്. ചൂഹോം കിബി എലികളുടെയും, ഹാലത്ത് രഹി ശികസ്ത് അവസ്ഥ പരാജയമായിരുന്നു. ഓക്കെ, ആർക്കൊക്കെയാണ് അപ്പൊ പ്രയാസമുള്ളത്? അടുപ്പ് കരയുന്നു, അരകല്ല് സങ്കടത്തിലാണ്, ഒറ്റക്കണ്ണൻ പാട്ടി വിശന്ന് വലഞ്ഞിട്ട് അടുപ്പിന്റെയും അരകല്ലിന്റെയും അടുത്ത് കിടന്നുറങ്ങുകയാണ്. അടുപ്പ് എന്തിനാണ് കരയുന്നത്? അരകല്ല് എന്തിനാ സങ്കടത്തിലായിട്ടുള്ളത്? എന്താണ് കാര്യം? അനേകം ദിവസങ്ങളായിട്ട് അടുപ്പും അരകല്ലും ആരും ഉപയോഗിക്കുന്നില്ല. ആർക്കും ആവശ്യമില്ലാത്തൊരു വസ്തുവായി മാറിയിരിക്കുകയാണ് അടുപ്പും അരകല്ലും. എന്താണ് കാരണം? ക്ഷാമകാലാണ് അല്ലേ? ഭക്ഷണ സാധനങ്ങളൊന്നുമില്ല, ഭക്ഷണമൊന്നും വീട്ടിൽ പാകം ചെയ്യുന്നില്ല, അടുപ്പിന്റെയും അരകല്ലിന്റെയും ഒക്കെ ആവശ്യമില്ലാതായിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ സങ്കടത്തിലായിട്ടുള്ളത്. അടുപ്പ് കരയുന്നത് അതുകൊണ്ടാണ്.
ഒറ്റക്കണ്ണൻ പട്ടി കിടന്നുറങ്ങുകയാണ്, അല്ലേ? വിശന്ന് വരഞ്ഞ് കിടന്നുറങ്ങിയാണ്, പല്ലിക്കൊന്നും കിട്ടാനില്ല, ചുമരിൽ അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എലികളുടെ അവസ്ഥയും പരാജയമാണ്. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ക്ഷാമമായാലും വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും മനുഷ്യരെ മാത്രമല്ല ബാധിക്കുക, മറ്റെല്ലാ ജീവജാലങ്ങളെയും ബാധിക്കും. മറ്റ് ജീവജാലങ്ങളോട് നാം കരുണ കാണിക്കണം എന്ന മെസ്സേജ് കൂടി നമുക്ക് ഈ കവിതയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആദ്യത്തെ 4 സ്റ്റാൻസ, ആദ്യത്തെ 4 വരി, ഒന്നാമത്തെ സ്റ്റാൻസ ക്ഷാമകാലത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കാം. ദാനെ ആയേ, ധാന്യങ്ങൾ വന്നു, ഘർ കെ അന്തർ, വീട്ടിനകത്തേക്ക്, കൈ ദിനം കെ ബാദ്, അനേകം നാളുകൾക്ക് ശേഷം. ദാനെ ആയേ, ധാന്യങ്ങൾ വന്നു, ഘർ കെ അന്തർ, വീടിനകത്തേക്ക്, കൈ ദിനം കെ ബാദ്, അനേകം നാളുകൾക്ക് ശേഷം. അനേകം നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് ധാന്യങ്ങൾ വന്നു. ധുആം ഉഠാ, പുക ഉയർന്നു. ആംഗൻ സെ ഊപ്പർ, മുറ്റത്ത് നിന്ന്, ഊപ്പർ, മുകളിലേക്ക് പുക ഉയർന്നു. കൈ ദിനം കെ ബാദ്, അനേകം നാളുകൾക്ക് ശേഷം. എന്താ പുക ഉയരുന്ന എന്താ കാരണം? വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി, അല്ലേ? അടുപ്പിൽ തീ കത്തിക്കാൻ തുടങ്ങി, ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. ധുആം ഉഡാ, ധുആം എന്ന് പറഞ്ഞ പുക കേട്ടോ. ധുആം ഉഠാ, പുക ഉയർന്നു. ആംഗൻ സേ, മുറ്റത്ത് നിന്ന്, ഊപ്പർ, മുകളിലേക്ക്, മുറ്റത്ത് നിന്ന് മുകളിലേക്ക് പുക ഉയർന്നു. കൈ ദിനം കെ ബാദ്, അനേകം നാളുകൾക്ക് ശേഷം. ചമക്കുടി, തിളങ്ങി. ഘർ ഭർ കി ആംഖേം, വീട്ടിലെ മുഴുവൻ കണ്ണുകളും തിളങ്ങി. കൈ ദിനം കെ ബാദ്, അനേകം നാളുകൾക്ക് ശേഷം. അനേകം നാളുകൾക്ക് ശേഷം വീട്ടിലെ കണ്ണുകൾ മുഴുവൻ, വീട്ടിലെല്ലാവരുടെയും കണ്ണുകളും തിളങ്ങി. സന്തോഷം കൊണ്ട് തിളങ്ങി. എല്ലാവർക്കും ഫുഡ് ലഭിക്കാൻ പോവുകയാണ്, ഭക്ഷണം ലഭിക്കാൻ പോവുകയാണ്, എല്ലാവരും സന്തോഷിക്കുകയാണ്. ചമക്കുടിയും തിളങ്ങി. ഘർ ഭർ കി ആംഖേം, ഭർ എന്ന് പറഞ്ഞാൽ മുഴുവൻ, ഘർ വീടാണ്, ഭർ എന്ന് പറഞ്ഞാൽ മുഴുവൻ. ഘർ ഭർ കി ആംഖേം, ആംഖേം കണ്ണുകൾ, വീട്ടിലെ മുഴുവൻ കണ്ണുകളും തിളങ്ങി. കൈ ദിനം കെ ബാദ്, അനേകം നാളുകൾക്ക് ശേഷം. കൗയേനെ, കാക്ക. കുച്ചിലായി പാങ്കേം, ചിറകുകൾ ചൊറിഞ്ഞു. കാക്ക സന്തോഷം കൊണ്ട് ചിറകുകൾ ചൊറിഞ്ഞു. കൈ ദിനം കെ ബാദ്, അനേകം നാളുകൾക്ക് ശേഷം, അല്ലേ? അനേകം നാളുകൾക്ക് ശേഷം കാക്കക്കും ഭക്ഷണം ലഭിക്കാൻ പോവുക. കാക്ക സന്തോഷം കൊണ്ട് ചിറകുകൾ ചൊറിഞ്ഞു. കൗയേനെ, കാക്ക. കുച്ലായി, കുച്ചിലാന ചൊറിയുക. കുച്ചിലായി പാങ്കേം, പാങ്കേം ചിറകുകൾ ചൊറിഞ്ഞു. കൈ ദിനം കെ ബാദ്, അനേകം നാളുകൾക്ക് ശേഷം. ഓക്കെ, ഇവിടെ കൈ ദിനം തക്, അനേകം ദിവസങ്ങൾ വരെ. അതുപോലെ കൈ ദിനം കെ ബാദ്, അനേകം നാളുകൾക്ക് ശേഷം. ഈ പദങ്ങൾ, ഈ വാക്യഭാഗങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ക്ഷാമം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആപത്ത് കാലം, അത് ലോങ് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ആപത്ത് കാലം ലോങ് ആയിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. സന്തോഷകാലം ഷോർട്ടായിരിക്കും, അല്ലെ? അപ്പൊ അതിന്റെ ആ നീളത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, ആ ലോങ്നെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പദങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കൈ ദിനം കെ ബാദ്, കൈ ദിനം തക് എന്നീ വാക്യഭാഗങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതോടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡിൽ അടുത്ത ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.